ഒരു സോഫ്റ്റ്വെയർ പ്രോഗ്രാമർ ആണെങ്കിൽ 3 കമ്പനിയിൽ സൈമിൾട്ടേനിയസ്ലി വർക്ക് ചെയ്യാൻ കഴിയും. ഞാൻ ചെയ്തതാണ്. അപ്പോൾ അത് ഫുൾ ടൈം ആർക്കും അങ്ങനെ വലിയൊരു ഇൻസെൻറ്റീവ് ഇല്ല. എൻ്റെ ഒരു ടാലൻ്റ് ഉണ്ട്, ആ ടാലൻ്റാണ് എൻ്റെ ആസെറ്റ്. എനിക്കപ്പോൾ ജോബ് സെക്യൂരിറ്റിയുടെ ആവശ്യമില്ല. കാരണം എനിക്കറിയാം എൻ്റെ ടാലൻറ്റിന് നല്ല ഡിമാൻഡുണ്ട്. ആ സ്ഥിതിയിൽ ആവണം ഒരു സ്റ്റുഡൻറ്റ്. മനസ്സിലായില്ലേ? ആ സ്ഥിതിയിൽ എത്താനാണ് ഞാൻ പറഞ്ഞത്. ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആസ്പെക്ട് കഴിവാണ്. കൺട്രീസിനൊക്കെ ഈ സ്കിൽ ബേസ്ഡ് എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. താങ്കളുടെ പോയിന്റ് ഓഫ് വ്യൂ എങ്ങനെയാണ് അതിനോട്, ആ സിസ്റ്റത്തിനോട്? അതാണ് ആവശ്യം. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ സ്പീച്ചിൽ എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞില്ലേ, നോളജ് ഒരു കാലത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. നോളജ് മാത്രമായിരുന്നു ഇമ്പോർട്ടൻസ്. അതാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് സ്റ്റഡിങ്. ഞാനെല്ലാം അങ്ങനെ പഠിച്ച ഒരു കുട്ടിയായിരുന്നു. പക്ഷേ ഇറ്റ് ഈസ് ക്ലിയർ ടുഡേ ദാറ്റ് എൻ എംപ്ലോയർ അല്ലെങ്കിൽ ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു ഓൺട്രപ്രണർഷിപ്പ് ഓപ്പർച്യൂണിറ്റി ഇതിൻ്റെ സക്സസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടറാണ് സ്കിൽ. അപ്പോൾ ഇന്ത്യ നടപ്പിലാക്കിയ 2020 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നടപ്പിലാക്കിയ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, ഇത് ഞാൻ പോളിറ്റിക്സ് ആയിട്ട് പറഞ്ഞതല്ല, ഫാക്റ്റാണ്. ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഹിസ്റ്റോറിക്കൽ റിഫോം ഇൻ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. അത് എന്താണ് റിഫോം? 6ാം സ്റ്റാൻഡേർഡ് മുതൽ ഒരു കുട്ടിക്ക് പഠിക്കാൻ ഇഷ്ടമല്ലെങ്കിലും സയൻസ് ഫെയിൽ ചെയ്യുന്നു, ജോഗ്രഫി ഫെയിൽ ചെയ്യുന്നു, പക്ഷെ ഒരു സ്കിൽ 6 കൊല്ലം സ്കില്ലിംഗ് എഡ്യൂക്കേഷൻ കിട്ടും. അപ്പോൾ 8ാം സ്റ്റാൻഡേർഡ് ഡ്രോപ്പ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ, 10th സ്റ്റാൻഡേർഡ് ഡ്രോപ്പ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ, 12th സ്റ്റാൻഡേർഡ് ഡ്രോപ്പ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ, ഒന്നുമില്ലെങ്കിൽ ഒരു ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിലും സ്കിൽ ഉണ്ടാവും. 6 കൊല്ലത്തിന് സ്കില്ല്. ആ സ്കിൽ കമ്പ്യൂട്ടർ സ്കില്ലായിരിക്കാം, ഫാഷൻ ഡിസൈൻ സ്കില്ലായിരിക്കാം, ഇൻറ്റീരിയർ ഡെക്കറേഷൻ സ്കില്ലായിരിക്കാം, ഹാൻഡിക്രാഫ്റ്റ് സ്കില്ലായിരിക്കാം, ആർട്ടായിരിക്കാം, മ്യൂസിക് ആയിരിക്കാം. പക്ഷേ സ്കില്ലിംഗ് ആസ് പാർട്ട് ഓഫ് ദി കരിക്കുലം ഓഫ് എഡ്യൂക്കേഷൻ ഈസ് എ സിംഗിൾ ബിഗസ്റ്റ് നീഡ് ഫോർ ടുമോറോസ് എംപ്ലോയി ഓർ ടുമോറോസ് ഓൺട്രപ്രണർ. ഈ ഒരു റിയാലിറ്റിയിൽ മനസ്സിൽ വെക്കണം. അത് ഇതുവരെ തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ തുടങ്ങും. അത് സ്കൂളിൽ സ്കില്ലിംഗ് ചെയ്തിട്ടില്ലെങ്കിൽ കോളേജിൽ ചെയ്യാം. ഞാൻ എല്ലാവരോടും ഈ അഡ്വൈസ് കൊടുക്കുന്നു. എന്ന് പറയുമ്പം 10th and 12th പൊതുവെ ഒരു 90 to 100% ആണ് വരാറ്. സോ അതേ സ്റ്റുഡൻസ് ഒരു നാഷണൽ ലെവൽ കോമ്പറ്റേറ്റീവ് എക്സാംസ് ലൈക്ക് JEE, NEET, UPSC ഒക്കെ പെർഫോം അത്രയ്ക്ക് നന്നായി ചെയ്യാൻ പറ്റാറില്ല. വൈ? അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ നോക്കൂ, JEEലെല്ലാം ടെക്സ്റ്റ് ബുക്ക് നോളജ് അല്ല ടെസ്റ്റ് ചെയ്യുന്നത്. JEEൽ നിങ്ങളുടെ മാത്സ് സ്കിൽസാണ്, മാത്സ് കരിക്കുലം അല്ല ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഗവൺമെൻറ് സ്കൂളിൻ്റെ കരിക്കുലമിൽ ടെക്സ്റ്റ് ബുക്ക് നോളജ് മാത്രം കൊടുക്കുന്ന ഒരു സ്കൂളാണെങ്കിൽ എഴുതി വെച്ചോളൂ, ആ കുട്ടി അവിടുന്ന് പഠിക്കുന്ന കുട്ടിക്ക് സക്സസ് കിട്ടാൻ ഭയങ്കര പ്രശ്നമായിരിക്കും. ഇതാണ് ഇതിൻ്റെ മുമ്പ് ചോദ്യം തന്നെയായിരുന്നു. അത് സ്കിൽ എന്ന് പറഞ്ഞാൽ മാത്സ് സ്കില്ലായിരിക്കും. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ സ്പീച്ചിൽ പറഞ്ഞില്ലേ, ഗൂഗിൾ ഇന്ന് ഹയർ ചെയ്യുന്നത് എൻജിനീയേഴ്സിനാണ് ഹയർ ചെയ്യുന്നത്, ലോയേഴ്സിനെ ഹയർ ചെയ്യുന്നു, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ മേജറിനെ ഹയർ ചെയ്യുന്നു, ഹിസ്റ്ററി മേജേഴ്സിനെ ഹയർ ചെയ്യുന്നു, റൈറ്റിംഗ് മേജേഴ്സിനെ ഹയർ ചെയ്യുന്നു. കാരണം ഇതാണ് അവരുടെ സ്കിൽ. അവരുടെ ആവശ്യം ഈ സ്കിൽസാണ് ആവശ്യം. അപ്പോൾ JEEൽ സക്സസ്ഫുൾ ആവാൻ മാത്തമാറ്റിക്സ് സ്കിൽസ്, ഫിസിക്സ് സ്കിൽസ് ആർ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ JEEൽ എക്സാം കൊടുത്ത ആളാണ്, 2 തവണ കൊടുത്തു, കിട്ടിയില്ല. അപ്പോൾ എനിക്കറിയാം. അപ്പോൾ ആ സ്കില്ല്, മാത്സ് സ്പെഷ്യലൈസ് സ്കിൽസ് കിട്ടിയാൽ മാത്രമേ, അപ്പോൾ പഠിച്ചാൽ മാത്രം ആ മാത്സ് സ്കിൽസ് കിട്ടില്ല. സ്കൂൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ മാത്രം മാത്സ് സ്കിൽസ് കിട്ടില്ല. താങ്ക് യു സർ. യൂറോപ്പ്, അമേരിക്ക, കാനഡയിലൊക്കെ പാർട്ട് ടൈം ജോബ് പ്രൊവൈഡ് ചെയ്യുന്നൊരു ഇതുണ്ട്. പഠനത്തോടൊപ്പം തന്നെ പാർട്ട് ടൈം ജോബ്, അതാണ് ഇപ്പം നമ്മുടെ കേരളത്തിൽ വൺ ഓഫ് ദ പാർട്ട് ടൈം ജോബ്. അതിപ്പോൾ എന്താ പറയുക, കേരളത്തിലെ യൂത്ത്സ് ആയാലും എല്ലാവരെയും അട്രാക്ട് ചെയ്യുന്ന വൺ ഓഫ് ദ പാർട്ട് ടൈം ജോബ്സ്. അവർക്ക് പഠനത്തോടൊപ്പം ഒരു ഏണിംഗ് കിട്ടി അവരുടെ കാര്യം സെറ്റ് ചെയ്ത് പോകാമെന്നുള്ളത്, അത് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് പോലെ നമ്മുടെ കേരളത്തിൽ എന്തുകൊണ്ടത് അങ്ങനത്തെ ഒരു ഇക്കോസിസ്റ്റം വന്നുകൂടാ? അങ്ങനെ സാറിൻ്റെ ഒരു ഒപ്പീനിയൻ എന്തായിരിക്കും അതിനെക്കുറിച്ച്? അങ്ങനെ വന്നാൽ
സ്റ്റുഡൻസിന് സ്വന്തമായി ഏൺ ചെയ്ത് നിൽക്കാനും അവർ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ തന്നെ അവരുടെ പഠനങ്ങൾ പൂർത്തിയാക്കാനും അങ്ങനെയൊക്കെയുള്ള ഒരു അവസരം കിട്ടിയാൽ എങ്ങനെയിരിക്കും? അല്ല, അത് ചെയ്യേണ്ടതാണ്, അത് കറക്റ്റാണ്. ഇന്നിപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയണേ, ഞാനെല്ലാം പഠിച്ചു കൊള്ളുന്നപ്പോൾ എൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് ആയിരുന്നു കോഡിങ്. ഞാനൊരു നല്ലൊരു സോഫ്റ്റ്വെയർ പ്രോഗ്രാമറായിരുന്നു. ഒരു സോഫ്റ്റ്വെയർ പ്രോഗ്രാമർ ആണെങ്കിൽ 3 കമ്പനിയിൽ സൈമിൾട്ടേനിയസ്ലി വർക്ക് ചെയ്യാൻ കഴിയും. ഞാൻ ചെയ്തതാണ്. അപ്പോൾ അത് ഫുൾ ടൈം ആർക്കും അങ്ങനെ വലിയൊരു ഇൻസെൻറ്റീവ് ഇല്ല. എൻ്റെ ഒരു ടാലൻ്റ് ഉണ്ട്, ആ ടാലൻ്റാണ് എൻ്റെ ആസറ്റ്. എനിക്കപ്പോൾ ജോബ് സെക്യൂരിറ്റിയുടെ ആവശ്യമില്ല, കാരണം എനിക്കറിയാം എൻ്റെ ടാലൻറ്റിന് നല്ല ഡിമാൻഡുണ്ട്. ആ സ്ഥിതിയിൽ ആവണം ഒരു സ്റ്റുഡൻറ്റ്, മനസ്സിലായില്ലേ? ആ സ്ഥിതിയിൽ എത്താനാണ് ഞാൻ പറഞ്ഞത്. ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആസ്പെക്റ്റ് കഴിവാണ്. കോഡിംഗ് ആണെങ്കിൽ കോഡിംഗ്, മറ്റെന്തെങ്കിലും ആണെങ്കിൽ എന്തെങ്കിലും അങ്ങനെ. അപ്പോൾ ഒരു സ്പെഷ്യൽ സ്കിൽ, അതൊരു മാർക്കറ്റബിൾ സ്കിൽ. ആ സ്കിൽ ഒരു ആസെറ്റ് ആയിട്ട് മാർക്കറ്റ് കാണുന്നു, ജോബ് മാർക്കറ്റ് കാണുന്നു. അങ്ങനെ ആ സ്ഥിതിയിൽ എത്തുമ്പോഴാണ് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. ഒരു ഡിഗ്രി മാത്രം ഒരു ക്ലിയർ കേപ്പബിലിറ്റി സ്കിൽ ഇല്ലെങ്കിൽ ഇത് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ സിലിക്കൺ വാലിയിലെല്ലാം ആരും ഫുൾ ടൈം എംപ്ലോയി ആവാൻ താല്പര്യമില്ല. എല്ലാവരും ഒരു കൊല്ലം ഒരു കമ്പനിയിൽ പണിയെടുക്കും, അവിടെ നല്ല വർക്ക് ചെയ്യും, അതിൽ ESOP കിട്ടും, ഓപ്ഷൻസ് കിട്ടും, അവിടെ കാശ് ഉണ്ടാക്കും, പിന്നെ മറ്റേ കമ്പനിയിൽ പോകും. അതിൽ അഡ്വാൻറ്റേജും ഉണ്ട്, ഡിസഡ്വാൻറ്റേജും ഉണ്ട്. അത് ഒരു എഡ്യൂക്കേഷൻ സ്കിൽ ലാഡർ ക്ലൈംബ് ചെയ്യാൻ അതൊരു ഈ പാർട്ട് ടൈം ജോബ് പോലെ ഒരു നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്. ജോബ് സെക്യൂരിറ്റി ആവശ്യപ്പെടുന്നവർക്ക് അത് നല്ലതല്ല, അവർക്കൊരു ജോബാണ് ആവശ്യം. താങ്ക് യു സർ. You do one program which is MBA. No, you don't do a bachelor's program. ഇതെല്ലാം undergraduate കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരിക. We have today with management sector also. Oh, I see. The other college students also. Oh, I see. So they have four. So we want you to also. What do you want to do? എന്താ ഞാൻ ഫസ്റ്റ് 2 കോള് മൊത്തം ചെയ്തില്ലെങ്കിൽ Sir, the opportunities as of now are very less in Kerala. My question is, what is the role of life sciences in Viksit Bharat? Do you have any plans? Where are opportunities? Where are needs? Where fields like biotechnology and microbiology is more involved in the economy? No, let me just tell you something. I'm a big fan of RGBT. The biggest revolution that is going to come out of AI is not ChatGPT. It is not putting PowerPoint presentations together. The biggest revolution that is going to come out of AI is in healthcare, in synthetic medicine, in disease and medicine discovery, in being able to model disease, model new compounds and new molecules. ഇതെല്ലാം ലൈഫ് സയൻസാണ്. ലൈഫ് സയൻസിൻ്റെ എക്സ്പ്ലോഷൻ, ലൈഫ് സയൻസിൽ വരാൻ പോകുന്ന ഇന്നോവേഷൻ ഈസ് ഓൺലി അറ്റ് ദ വെരി വെരി ബിഗിനിങ്.
ഹെൽത്ത് കെയറിനെ കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോം ചെയ്യാൻ പോകുന്നത് ലൈഫ് സയൻസും എ ഐൻ്റെ ഒരു കോമ്പിനേഷൻ. സിന്തറ്റിക് മെഡിസിൻ, മെഡിസിൻ ഡിസ്കവറി, ഡിസീസ് ഡിസ്കവറി. ക്യാൻസറിൻ്റെ എ ഐ ബിഫോർ 2022 the roadmap to find a cure for cancer was seen as next decade, at least 10 years. ഇന്ന് എ ഐൻ്റെ കാരണം അവർ പറയുന്നു നെക്സ്റ്റ് 18 months to 24 months we will have a cure for cancer. And they are saying today that in the next 2 years there will be no disease that will be without a cure. Thanks to life sciences, biotech and AI. So പക്ഷേ ലൈഫ് സയൻസസിൽ എ ഐ പഠിച്ചിട്ടില്ലെങ്കിൽ യു വിൽ ബി അറ്റ് എ ഡിസഡ്വാൻറ്റേജ്. ലൈഫ് സയൻസസ് മാത്രം പഠിച്ചാൽ, ബയോളജി മാത്രം പഠിച്ചാൽ ഒരു ലെവലിൽ വരെ. പക്ഷെ ലൈഫ് സയൻസസ് പ്ലസ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ ഇൻ എ ഐ ആൻഡ് ഹൗ എ ഐ ക്യാൻ ബി യൂസ് ടു മോഡൽ ലൈഫ് സയൻസസ്. ഇഫ് യു ആർ എ മാസ്റ്റർ ഓഫ് ദാറ്റ്, യു ക്യാൻ റൈറ്റ് യുവർ ഓൺ സാലറി ചെക്ക്. അതിൽ 10 കമ്പനി നാളെ വന്നിട്ട് എയർലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകും താങ്കളെ. മനസ്സിലായില്ലേ?